എന്നാൽ അത് അവൻ തന്നെ, സംശയം വേണ്ട. യവൻ ആ വന്നവൻ ഈ അച്ചൂന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ. അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടിയോടെ ഉണ്ടായിരുന്നെന്ന് പറ. അനാവശ്യം പറയരുത്. അമ്മ വീട്ടിൽ വന്നതിന്റെ 4-ാം മാസം തന്നെ പ്രസവിച്ചു. പാവം, എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത്. അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കുകയായിരുന്നു അമ്മയെ. അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു. ആകെ കൂടി അച്ഛന് ശ്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം. അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ. അതെ, അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. അച്ചുവേ, ഓ, ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ. എന്തിനു രണ്ടായിട്ട് പങ്കുവയ്ക്കണം? പങ്കുവയ്ക്കാൻ വരട്ടെ. അച്ഛന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് പേരാണ് ഞാൻ. സ്വത്ത് പങ്കുവെക്കാൻ പറട്ടെ. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തല എട്ടിയിട്ട് മതി. തല എണ്ണലല്ല, തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത്. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. പുകഞ്ഞ കൊള്ളി ഞാൻ അടങ്ങില്ല. 10 ഉയർത്തിപ്പോയി ഇനി കൊത്താതെ താഴില്ല. എന്നെ വീട്. അയ്യോ, അവൻ കൊത്തുമെന്ന് പറഞ്ഞാൽ കൊത്തും. ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? തേടിയ വള്ളി കാലിച്ചുറ്റി. എന്തിനാ ഇവിടെ വന്നിരിക്കണേ? വീട് മാറിപ്പോയിരിക്കും. ഇതെന്റെ വീടാ. അതറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്നത്. അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചോണ്ട് തന്നെയാണ് വന്നിരിക്കുന്നല്ലേ? അതെ, എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ തന്നെ കാണും. വാതിൽ വർക്ക്, എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങാനോ? ആ, വാതിൽ വർക്ക്. തല മണ്ണ് തിന്നും. എന്നെ ഒന്നാം പ്രതി ആക്കരുത്. മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം. വാതിൽ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണം? വാതില് തുറക്കാം. ഞാൻ തുറക്കാൻ പോവുമായിരുന്നു. തുറന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. നിന്നെയാണ് ഉറക്കാവടാ പട്ടി. ബാഗ് ബാഗ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. നിന്നെ ഉറക്കാവടാ. ഞാനിത് ആരോട് പറയും? ഞാൻ രാമു. ഹലോ. ഹലോ. സത്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ പ്രയാസം തോന്നി. ചേച്ചേ, ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഒക്കെ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. വരണം, വന്നാട്ടെ. കയറണം. വിശ്വസിക്കാം, എന്തും എന്നോട് പറയാം. അപ്പൊ തന്നെ വന്ന് രാമേണ്ണനെ കണ്ടാ മതിയായിരുന്നല്ലോ. നീ ഒരു മണ്ടൻ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ, പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയുന്നത്? ഒന്ന് കൈ കയറി പിടിച്ചെന്ന് കരുതി ഇത്രയും തല്ലിയത് ശരിയായില്ല. ക്ഷമിക്കണം, എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാണെന്ന് പറഞ്ഞില്ല. ഓഹോ, അത് പറയാൻ മറന്നു. നമുക്ക് ആ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യണ്ടേ? സാർ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണെന്നുള്ള കാര്യം ഞാനിപ്പോഴാ അറിഞ്ഞത്. പ്രശ്നം വരുമ്പോ വക്കാലത്തിന് വിളിക്കാം. എന്നാ പോട്ടെ. അതെ. ഗോപിയെ, എന്തോ ഇവനെ നമുക്ക് വേണ്ടി വരും. എന്റെ ദൈവമേ. അച്ഛൻ കാപ്പിയൊന്നുമില്ലേ? കാപ്പി? ഞാനിവിടെ വല്ലവന്റെയും കാല് താങ്ങിയാ ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണമെന്ന്. ക്യാപ്പി? ഞാൻ നിനക്ക് തങ്കോസ്മം കലക്കി തരാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. ഇറങ്ങിപ്പോക്കോ. പോ പോ പോ. എന്താ ഇത്? പണം. പണം ഞാൻ കൈ കൊണ്ട് വിടൂല, പോക്കറ്റിലോട്ടിട്ട്. അപ്പൊ എന്താ വേണ്ട? ചായ വേണോ, കാപ്പി വേണോ, ബൂസ്റ്റ് വേണോ? കുട്ടി, പേടിക്കണ്ട. അന്നത്തെ പോലൊന്നും ഉണ്ടാവില്ല. ഒന്ന് മാപ്പ് പറയാൻ എങ്ങനെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഒരു അവസരം കിട്ടി. സാരമില്ല. പിന്നെ കാണാതായ സഹോദരിയെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. അതെ, ഇവിടെ ഇവിടെ അല്ല, ഇവിടെ വെച്ചാ ഇവിടെ ഇവിടെ ഇങ്ങോട്ടുണ്ട്. ഇവിടെ അവിടെ തന്നെ വെച്ചാൽ മതി. ഇവിടെ തന്നെ വെച്ചു. ഇങ്ങോട്ട്
അവിടെയല്ല, ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞത്. കൊറേ നേരമായല്ലോ അവിടെ വെക്കി ഇവിടെ വെക്കുന്നൊക്കെ പറയാൻ തുടങ്ങിട്ട്. അല്ല, അത് ചൂടാവില്ലേ, ഞാൻ ആദ്യം അപ്പുറത്ത് കഴിയണോ അത് ഇപ്പുറത്ത് കഴിയണോ എവിടെ കഴിയണോ എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ അവിടെ തന്നെ കഴിയാം. ഇത് അവസാനത്തെ അവസരമാണ്. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആയുസി പറയലുണ്ടാവില്ല. ഇന്ന് എന്തായാലും പറയണം. ആ രേണു, മുടക്കി. എന്താണ് അത്ര ചിരിക്കാൻ? അല്ല, ഈ രേണുവിന്റെ ഓരോ കൂട്ടുകാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതോ നിനക്ക് പറ്റിയ അബദ്ധോ? അല്ല, എന്താണ് നീ അവളോട് നീ പറഞ്ഞത്? എന്താ ഇത്? ബാല, നീ എന്തായി കാണിക്കുന്നത്? ഒന്നും ചെയ്യരുത്. എനിക്ക് ദാസേട്ടനെ ഇഷ്ടം. എന്താ ഇവിടെ? അച്ഛവള് പറയുന്നില്ലേ ഇവക്ക് ഇവന് ഇഷ്ടമെന്ന്? ഞാൻ നന്ദികേടാണ് ചെയ്യുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാനൊരു ജീവിതം തേടി വന്നപ്പോ എനിക്ക് തന്നു. ഇനി ഞാൻ മറ്റൊന്നുകൂടെ ചോദിക്കാണ്. രേണുവിനെ എനിക്ക് തന്നോടെ? ഇല്ലെങ്കിലോ? ഞാൻ കൊണ്ടുപോകും. അച്ഛനോട് എന്താ ചെയ്യുന്നത്? പണം തികയോന്ന് നോക്കിയതാ. മോടെ കല്യാണം നടത്തണ്ടേ? ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോള് ചെയ്തുള്ളൂ. ഇത്ര പെട്ടെന്നൊരു രാജകുമാരനായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒക്കെ എന്റെ ഭാഗ്യം. എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, സന്തോഷായി. അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നതാണ്. പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷൻ ശിവരാമൻ നായർ. കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു, മിന്നുകെട്ടി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും. അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും. ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ സ്നേഹമുള്ള എരുമക്കാരെന്ന് വിളിക്കട്ടെ? വിളിച്ചോളൂ, വിരോധമില്ല. അവസാനം സ്നേഹം കൂടിക്കൂടി അത് വെറും എരുമേന്ന് മാത്രം ആവരുത്. നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്? കിടത്തിയതല്ലല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്നാ. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. ആകെ കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാ. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ? വേണ്ട, വായിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവൻ മുഴുവനായിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. അറും പറ്റുന്ന വാക്കുകൾ പറയാതെ. എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ? അവനെ പ്രസവിക്കുന്നതിന് ആ സ്ത്രീ വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ അതെ, അവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം. ആംലേറ്റ് ആയിട്ടാണോ ബുൾസൈ ആയിട്ടാണോ? എങ്ങനെയെങ്കിലും 101 ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ. അയ്യോ, രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു. അയ്യോ, മുട്ട പൊട്ടിപ്പോയി. നിന്നോടോ. ഞാൻ പോവാ. എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വാടോ. ഞാൻ പോവാ.